ഭരണം മാറിയതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിനും ജീവൻ വച്ചിരിക്കുന്നു. അതും പിണറായി വിജയനിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സ്ത്രീ പ്രവേശനം തൊട്ട് സ്വർണ്ണക്കൊള്ള വരെ നടത്തിയത് പിണറായി ഭരണകാലത്ത് എന്ന് മാത്രമല്ല, പിണറായി വിജയൻ്റെ നിർബന്ധപ്രകാരമാണ് എന്നും ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. ആരൊക്കെയായിരുന്നു 10 വർഷം ദേവസ്വം മന്ത്രിമാരും, ആരൊക്കെയായിരുന്നു ആ കാലത്തെ ദേവസ്വം പ്രസിഡന്റുമാരെന്നും അവരൊക്കെ ഇതുവരെ ചോദ്യം ചെയ്തതിൽ ഏതൊക്കെ രഹസ്യങ്ങൾ കിട്ടിയെന്നും വ്യക്തമാകുമ്പോൾ ഇതിലെ യഥാർത്ഥ തട്ടിപ്പ് വെളിപ്പെട്ട് വരികയാണ്. പിണറായി വിജയൻ്റെ കാലത്ത് നമുക്കറിയാം 3 ദേവസ്വം പ്രസിഡന്റുമാരെയാണ് അദ്ദേഹം നിയമിച്ചത് 10 വർഷം കൊണ്ട്. അതിലാദ്യത്തേത് പത്മകുമാറും രണ്ടാമത്തേത് എൻ വാസുവുമായിരുന്നു. അവർ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച കേസിൽ ജയിലിൽ കിടന്നു 90 ദിവസം. മൂന്നാമത്തെയാൾ PS പ്രശാന്താണ്. അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായ PS പ്രശാന്തിനെ ഇപ്പോൾ SIT നോട്ടീസ് അയച്ച് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. പ്രശാന്തിനോടും ബോർഡ് അംഗമായിരുന്ന അജികുമാറിനോടും അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ SIT നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രസിഡന്റുമാർ അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളന്മാർ എന്ന് വിളിക്കുന്ന പ്രമുഖർ 3 പേരും അകത്താകുന്നവരിൽ പെടുകയാണ്. ഇനി പ്രമുഖരിൽ പ്രമുഖരായവർ, അതിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. അകത്താകാനുള്ള എല്ലാ തെളിവുകളും മൊഴികളും എല്ലാം കണ്ടെത്തിയെങ്കിലും അന്നത്തെ സർക്കാരിൻ്റെ പിൻബലത്തിൽ മാത്രം പുറത്തു തന്നെ നിൽക്കുകയാണിപ്പോൾ. പ്രശാന്തിൻ്റെ തട്ടിപ്പ് പിടിക്കപ്പെട്ടാൽ രണ്ടാമൻ മന്ത്രി വാസവനും ഇതേ തലത്തിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. ഇതെല്ലാം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നത് തരത്തിൽ രണ്ടാമതും അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ 2 ദേവസ്വം മന്ത്രിമാരും അകത്ത് കിടക്കേണ്ടവർ തന്നെ എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ സാക്ഷാൽ പിണറായി വിജയൻ മാത്രമാണ് അതിന് മുകളിലായിട്ട് ഉള്ളത്. കാരണം ആര് എന്ത് പറഞ്ഞാലും, കള്ളങ്ങൾ കൊണ്ട് മൂടിവെക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്: പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രി അറിയാതെ ഒരു തരി സ്വർണം പോലും അവിടെ നിന്ന് പുറത്തു പോകില്ല എന്നുള്ളത്. അദ്ദേഹത്തെ ഭയമായിരുന്നു മറ്റുള്ള മന്ത്രിമാർക്കും അതുപോലെ അദ്ദേഹം സൃഷ്ടിക്കുന്ന എല്ലാ അധ്യക്ഷന്മാർക്കും. മോഷ്ടിച്ചത് പറഞ്ഞു എന്നല്ല, മോഷ്ടിക്കുന്നതിന് മുൻപേ തന്നെ പിണറായിയോട് കാര്യങ്ങൾ പറഞ്ഞിരിക്കാനാണ് സാധ്യത. എന്നിരിക്കെ ഈ അന്വേഷണം എത്തിച്ചേരുന്നത് സാക്ഷാൽ പിണറായിയുടെ വീട്ടിലേക്കായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. അതിൻ്റെ വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് തന്നെ പരിശോധനയ്ക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ SIT സംഘം. പുതിയ സർക്കാർ വന്നതിന് ശേഷം SITയുടെ അന്വേഷണത്തിൽ മാറ്റം വരുമെന്നും കള്ളന്മാർക്കൊപ്പം എന്നുള്ള സ്ഥിതി മാറുമെന്നും ഉറപ്പായിട്ടുണ്ട്. അതായത് അയ്യപ്പൻ്റെ പ്രഭാമണ്ഡലം അടക്കം ഇളക്കി പരിശോധന നടത്താൻ പോവുകയാണ് SIT. കുറേ കാലമായി നമുക്കറിയാം ഈ പ്രത്യേക അന്വേഷണ സംഘം എന്ന പിണറായി വിജയൻ്റെ പോലീസിലെ SIT സംഘം വലിയ അലസത കാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഇത് മതി എന്നുള്ള തരത്തിലേക്കുള്ള നിർദ്ദേശം വന്നതോടുകൂടി SIT വെറുതെ ഇരിക്കുകയായിരുന്നു എന്നർത്ഥം. അതിനാണിപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുന്ന ഈ വേളയിൽ പരിശോധന നടത്തിയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പിന്നിൽ PS പ്രശാന്തിൻ്റെ ബന്ധം വളരെ വ്യക്തമാണ് എന്നുള്ളതാണ് സൂചന ലഭിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ദേവസ്വം ബോർഡിൻ്റെ മുൻ അധ്യക്ഷൻ കൂടിയായ പ്രശാന്തിനെ അതുകൊണ്ട് തന്നെയാണ് SIT ഇപ്പോൾ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചിരിക്കുന്നത്. പ്രശാന്തിനോടും ബോർഡ് അംഗം അജികുമാറിനോടും ഹാജരാകാൻ പറഞ്ഞതിന് പിന്നിൽ ഏറ്റവും പ്രധാനമായും ചില കാര്യങ്ങൾ അറിയാൻ തന്നെയാണ്. കാര്യങ്ങളൊക്കെ SITക്ക് അറിയാമെങ്കിലും എല്ലാം ഭരണത്തിൻ്റെ തണലിൽ പിണറായി വിജയൻ ശബരിമല കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു എന്നാണ് പലരും സംശയിക്കുന്നത്. ശബരിമലയിലെ എല്ലാ കൊള്ളകളെയും മറച്ചുവെക്കാനായിരുന്നു പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയതും പിന്നീട് അത് ചീറ്റിയപ്പോൾ ഈ നാട് മുഴുവൻ കള്ളം പുറത്തെറിഞ്ഞതും. അതിന് ഇനി കൂടുതൽ തെളിവുകളാണ് പുറത്തു വരാൻ പോകുന്നത്. ഏതായാലും ശബരിമലയിലെ യഥാർത്ഥ കള്ളന്മാരും അകത്താകാൻ പുതിയ സർക്കാരിൻ്റെ വരവോടെ അന്വേഷണ സംഘത്തിന് ജീവൻ വച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.